ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും അതിലുണ്ടായ കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സ്വന്തം നമ്മൾ നട്ട് വളർത്തിയതാകുമ്പം ഒരുപാട് സന്തോഷമാണല്ലേ അതിൽ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കുറച്ച് ബട്ടറും അതുപോലെ തന്നെ സപ്പോട്ടയും മുള്ളാത്തിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പറിക്കാനായപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തതാണേ. അപ്പോൾ നല്ല വലിപ്പമുള്ള ബട്ടറായിരുന്നു. അവോക്കാഡോ എന്ന് പറയും. ഒരുപാട് ഔഷധങ്ങളുള്ള നല്ലൊരു ഇനം ഫ്രൂട്ട്സാണ് ഈ ഒരു അവോക്കാഡോ എന്ന് പറയുന്നത്. പ്രായമുള്ളവർക്കാണെങ്കിലും ഇനി കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ ഗർഭിണികൾക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട്സാണ് ഈ അവോക്കാഡോ. അപ്പോൾ ഇതാ കുറച്ച് പക്ഷികളൊക്കെ കൊത്തി ഇങ്ങനെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അധികം മൂക്കാൻ വേണ്ടി വെക്കേണ്ട, അതിന് മുന്നേ പറിക്കാമെന്ന് വിചാരിച്ചു. എന്നാലും നല്ലപോലെ മൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പിന്നെ വലിപ്പം ആകുമ്പോൾ നമ്മൾ പറിച്ച് നമ്മൾ അരിക്കാത്തോ നമ്മളെ വീട്ടിലെവിടെയെങ്കിലും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കറക്റ്റായ രീതിയിൽ നമുക്ക് പഴുത്ത് കിട്ടും. ഏറ്റവും നല്ലത് മരത്തിൽ നിന്ന് പറിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ. പഴുത്തിട്ട് മരത്തിൽ നിന്ന് പറിച്ചെടുക്കുമ്പോഴാണ് നല്ലത്. പക്ഷേ പക്ഷികളും അതുപോലെ തന്നെ വവ്വാൽ അങ്ങനെയൊക്കെ ഇങ്ങനെ കടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ടാണ് ഞാനത് നേരത്തെ പറിച്ച് വെക്കുന്നത്. അപ്പോൾ ഇതാ നല്ല ഭംഗിയുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഒരുപാട് ബട്ടർ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആദ്യമായിട്ട് കഴിച്ചതാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ നട്ടതല്ല. ഞാൻ കഴിച്ചിട്ട് കുരു ഇങ്ങനെ കളയുമ്പം അത് തന്നാലെ അങ്ങനെ മുളച്ചിട്ടുണ്ടായതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നട്ടിട്ട് ഉണ്ടാവുന്നതിനേക്കാളും കൂടുതൽ ഇതുപോലെയൊക്കെ കുരുവൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ട് അതിൽ നിന്ന് സ്വന്തമായിട്ടുണ്ടായി വരുമ്പം അത് നല്ലൊരു നല്ല ക്വാളിറ്റിയുള്ള നല്ല കാണാൻ നല്ലൊരു വലിപ്പമുള്ളൊരു ബട്ടർ തന്നെയായിരിക്കും കേട്ടോ. എനിക്ക് അങ്ങനെയാണ്. കാരണം ഞാൻ നട്ട് വളർത്തിയതിനെക്കാട്ടിലും കൂടുതലും എനിക്ക് സ്വന്തമായിട്ടുണ്ടായി കിട്ടുമ്പം അത് ഒരുപാട് നല്ല വലിപ്പമുള്ളതും നല്ലൊരു കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുള്ളതായിരിക്കും കേട്ടോ. ചിലപ്പോൾ നമ്മൾ നട്ട് വളർത്തിയിട്ട് എത്ര വെള്ളം ഒഴിച്ച് വളമൊക്കെ ഇട്ടാലും വലിയ ഒരു ഇത് ഉണ്ടാവത്തില്ല. ഇതെനിക്ക് സ്വന്തമായിട്ട് തന്നെ ഉണ്ടായിട്ട് കിട്ടിയതായിരുന്നേ. അപ്പോൾ ഇതാ നല്ല അടിപൊളി ബട്ടറായിരുന്നു കേട്ടോ ഇത്. ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് അതിൻ്റെ ഉള്ളിലെ പൾപ്പുകൾ എടുത്തിട്ട് ഇതേപോലെ സ്പൂണും കൊണ്ടൊന്ന് ഇതേപോലെ ഉടച്ചെടുത്തിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് ഇത് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ടൊന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ജ്യൂസാക്കി കഴിക്കുന്നതിനേക്കാളും അതുപോലെ തന്നെ ഷേക്കൊക്കെ ആക്കി കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം ഇതുപോലെയാണ് കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുമ്പം. ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ടേസ്റ്റൊന്നും കാര്യമാക്കേണ്ടതില്ല. കാരണം ഇത് അത്രയ്ക്കും ഔഷധം നല്ല ഗുണങ്ങൾ ഉള്ള ഒരു ഫ്രൂട്ട്സ് ആണ് കേട്ടോ. നമുക്ക് മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കും ഗർഭിണികൾക്കും ഒക്കെ ആണെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ട്സാണ്. അപ്പം എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ള നല്ലൊരു ഫ്രൂട്ട്സാണ് കേട്ടോ. അത് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്തത്. ഈ അടുത്തതായിട്ട് ഞാനിവിടെ മുറ്റത്ത് നമ്മുടെ സപ്പോട്ട നട്ടിട്ടുണ്ടായിരുന്നു. ഇതും ഞാൻ ആദ്യമായിട്ട് ഇതിൻ്റെ ഫ്രൂട്ട് പറിച്ചെടുക്കുന്നതാണ്. ആദ്യമൊക്കെ ഒന്ന് രണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അതൊക്കെ കിളികളൊക്കെ കൊത്തി പോയിട്ടുണ്ടായിരുന്നു. എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കുറച്ച് അധികം ഉണ്ടായതുകൊണ്ട് ഞാനൊന്ന് കുറച്ച് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറിച്ചെടുക്കുകയാണ് കേട്ടോ ഇത്. ഇതിനാണെങ്കിലും സപ്പോട്ട അഥവാ ചിക്കു എന്നൊക്കെ പറയും. ജ്യൂസ് അടിക്കാനാണെങ്കിലും ഷേക്ക് അടിക്കാനാണെങ്കിലും ഇനി വെറുതെ കഴിക്കാനാണെങ്കിലും നല്ലൊരു ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ ഈ സപ്പോട്ട എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായി പറിക്കുമ്പം ഒരു കെമിക്കൽസും കാര്യങ്ങളൊന്നും അടിക്കാതെ നല്ല ഫ്രഷായിട്ട് തന്നെ പറിച്ചെടുക്കുമ്പം അതിനൊരുപാട് ഗുണങ്ങളുണ്ടാകും. അപ്പം പരമാവധി ഇങ്ങനെയൊക്കെ ഫ്രൂട്ട്സുകളൊക്കെ നമ്മുടെ മുറ്റത്തൊക്കെ നട്ടാൽ നല്ലതാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ നട്ട് സ്വന്തമായിട്ട് നമ്മൾ ഇതേപോലെ പഴങ്ങളൊക്കെ പറിച്ചെടുക്കുമ്പം അതിൽ ഒരുപാട് ഗുണങ്ങളാണ്. നമ്മൾ കടയിൽ നിന്നും വാങ്ങുമ്പോൾ എന്തായാലും കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാകുമ്പം ഒരു പേടിയും കൂടാതെ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന പോലെ തന്നെ നല്ല വലിപ്പമുള്ള സപ്പോട്ട തന്നെയാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ വളർത്തിയാലും ഇതുപോലെ തന്നെ വലിപ്പമുള്ളത് കിട്ടും. ഞാൻ ഇതിന് വളമായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളം തലേദിവസം വാർത്ത് കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഒന്ന് പുളിക്കുമല്ലോ, അത് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പച്ചവെള്ളം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പച്ചച്ചാണകം ഇതേപോലെ ഇങ്ങനെ നേരെ ചുവട്ടിലിട്ട് കൊടുക്കരുത്, കുറച്ച് വിട്ട് മാറിയിട്ട് അങ്ങനെയൊക്കെ എൻ്റെ ചുവട്ടിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ട് പച്ചച്ചാണകം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വലിപ്പമുള്ള സപ്പോർട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഒരു പ്രയാസവും കൂടാതെ നട്ട് വളർത്താൻ പറ്റണ എല്ലാവരുടെ വീട്ടിലാണെങ്കിലും പിടിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഈ സപ്പോട്ട എന്ന് പറയുന്നത്. അതിന് പ്രത്യേക കാലാവസ്ഥേൻ്റെ ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നല്ലതുപോലെ വെയിൽ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം നമ്മൾ ഇത് നടാൻ വേണ്ടിയിട്ട്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ നമുക്കിതുപോലെ നല്ല അടിപൊളിയായിട്ട് ഒരു കെമിക്കൽസും കൂടാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമുക്ക് വീട്ടിൽ നിന്നും പറിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് പറിച്ചെടുത്തിട്ട് വീട്ടിൽ അരിക്കകത്ത് വെച്ചൊന്ന് പഴുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് സാധാരണ മരത്തിൽ നിന്ന് തന്നെ നേരെ പറിച്ചെടുക്കുമ്പോഴാണ് ഒന്നുകൂടെ നല്ല മധുരമായിട്ടുണ്ടാവുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ വവ്വാലിൻ്റെ ഒക്കെ ശല്യം ഉള്ളതുകൊണ്ട് ഞാൻ മരത്തിൽ അങ്ങനെ പഴുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. പറിച്ചെടുത്തിട്ട് വീട്ടിൽ വെച്ചിട്ടാണ് പഴുത്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലതുപോലെ പഴുത്തിട്ടുണ്ടായിരുന്നു. നല്ല കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഒരു ഇതായിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ നമ്മൾ സാധാരണ മരത്തിൽ നിന്ന് തന്നെ പറിച്ചെടുക്കുന്ന അത്ര ഫ്രഷ്നെസ് നമുക്ക് പറിച്ചെടുത്താൽ കിട്ടത്തില്ല കേട്ടോ. അപ്പം ഞാനിത് കുറച്ചൊക്കെ അരിക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലാത്തത് അങ്ങനെ തന്നെ പറിച്ചെടുത്ത ബോളിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലതുപോലെ തന്നെ പഴുത്തും കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം എനിക്ക് ഇതിനേക്കാൾ ഒന്നും കൂടി ആദ്യത്തെ പ്രാവശ്യം അധികമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഒരു 2-3 പഴങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതൊന്നും കൂടി നല്ല മധുരം ഉണ്ടായിരുന്നു. അത് ഞാൻ മരത്തിൽ നിന്ന് തന്നെ പറിച്ചെടുത്തതായിരുന്നു. ഇത് ഞാൻ പറിച്ചെടുത്ത് വീട്ടിൽ വെച്ചതുകൊണ്ട് ആ മരത്തിൽ നിന്ന് പറിക്കുന്ന ആ ഒരു ഫ്രഷ്നെസ് എനിക്ക് ഇതിൽ കിട്ടിയിട്ടില്ല. നമ്മൾ മരത്തിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ തന്നെയാണ് നല്ല ഫ്രഷോട് കൂടിയിട്ടുള്ള ഫ്രൂട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് എന്നാലും മധുരത്തിനൊന്നും ഒട്ടും കുറവില്ലായിരുന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ ഫ്രൂട്ടിന്. പിന്നെ ഇത് ജ്യൂസ് അടിക്കാൻ വേണ്ടി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് എല്ലാം ഒന്ന് അതിൻ്റെ പൾപ്പുകളൊക്കെ എടുത്തിട്ട് ഇടുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാനിതുപോലെ കട്ട് ചെയ്തിട്ട് കുറച്ച് പാൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ പാൽ ഞാനിവിടെ ഒഴിക്കുന്നുണ്ട്. ജ്യൂസായിട്ടാണ് ഞാനിവിടെ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇനി ഐസ് ക്യൂബോ അങ്ങനെയൊക്കെ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. ഞാനിവിടെ 1-2 ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. എനിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചേർത്തത്. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബൂസ്റ്റിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് ഞാനിത് കുറച്ച് പഞ്ചസാര, അധികമൊന്നും ചേർത്തിട്ടില്ല, ഒറ്റൊരു സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുക്കാം. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം നമ്മൾ നട്ട് വളർത്തി നമ്മൾ അതിൽ ഫ്രൂട്ട് പറിച്ചിട്ട് അടിച്ചെടുത്ത നല്ല അടിപൊളി ചിക്കു ജ്യൂസാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നമുക്ക് കെമിക്കൽസൊക്കെ അടങ്ങിയ ഫ്രൂട്ടൊക്കെ വാങ്ങി ജ്യൂസ് അടിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ വീട്ടിൽ വളർത്തിയ ഫ്രൂട്ടൊക്കെ പറിച്ച് ജ്യൂസൊക്കെ അടിക്കുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ അടിപൊളി ചിക്കു ജ്യൂസും ഇവിടെ അടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 ഗ്ലാസ് മാത്രമായിട്ടാണ് ഞാനിവിടെ അടിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്കിനി മുള്ളാത്ത കണ്ട് നോക്കിയാലോ. മുള്ളാത്ത ഫ്രൂട്ടാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. ഇത് കാണാനും നല്ലതാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് മുള്ളാത്ത. നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. ഞാൻ ഈ പരിചയപ്പെടുത്തി തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ബട്ടർ ആണെങ്കിലും സപ്പോട്ടയാണെങ്കിലും മുള്ളാത്തയാണെങ്കിലും എല്ലാവർക്കും അറിയുന്ന നല്ലൊരു നല്ല വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുള്ള അടിപൊളി ഫ്രൂട്ട് തന്നെയാണ് ഈ 3 പഴങ്ങളും. എന്നാൽ ഈ മുള്ളാത്തേൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്രയ്ക്ക് പോഷക ഗുണങ്ങൾ അടങ്ങിയ ഒരു ഫ്രൂട്ടാണ് ഈ മുള്ളാത്ത. ചെറു പുളിയോട് കൂടിയിട്ടുള്ള മധുരം അടങ്ങിയ ഒരു ഫ്രൂട്ടാണ് ഈ മുള്ളാത്ത കേട്ടോ. പിന്നെ ചെറിയ പഴുക്കാനായതും ചെറുതും പിഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പുറംഭാഗം ഇതേപോലെ മുള്ളുകൾ പോലെ ആയിരിക്കും ഉണ്ടാവുക. എന്നാലും മുള്ളായിട്ട് നമ്മുടെ കയ്യിൽ കുത്തുക അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. ഇതിന് പല പേരുകളാണ് പല നാട്ടിലും പറയുന്നത്. ഞങ്ങളിവിടെ മുള്ളാത്ത എന്നാണ് ഇതിന് പറയുന്നത്. മുള്ളൻ ചക്ക, ലക്ഷ്മണപ്പഴം, മുള്ളാത്തി ഇങ്ങനെ പല പേരുകളിലും ഈ ഫ്രൂട്ട് അറിയപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടെ മുള്ളാത്ത എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. ഇത് പച്ചയ്ക്ക് അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവത്തില്ല. പഴുക്ക തന്നെ ചെയ്യണം കേട്ടോ. ചെറു പുളി ഉണ്ടാവും, എന്നാലും ഒരുപാട് ഗുണങ്ങളടങ്ങിയ ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ ഇത് ഒരുപാടുണ്ടായിരുന്നു.
ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലൊരു ഫ്രൂട്ടാണിത്. നമുക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിച്ചാൽ വേഗത്തിൽ മാറും കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്രൂട്ടാണിത്. അതുപോലെ തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടും കൂടിയാണ് ഈ മുള്ളാത്ത. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. അപ്പം ഇതിൻ്റെയൊക്കെ ചെറിയതും ബഡ് തൈ ആയിരുന്നു. പക്ഷെ ഒരുപാട് ഫ്രൂട്ട് നമുക്കിതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. വേഗം തന്നെ കായ്ച്ചിട്ടുമുണ്ട് കേട്ടോ. ഇതിനാണെങ്കിലും നമ്മൾ ചാണകവെള്ളം, അതുപോലെ തന്നെ കഞ്ഞിവെള്ളം, സാധാരണ വെള്ളം, കഞ്ഞിവെള്ളം നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ സാധാരണ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ ഇത് ഏതൊരു ഫ്രൂട്ടാണെങ്കിലും പഴുത്തിട്ട് മരത്തിൽ നിന്ന് പറിക്കുമ്പോഴാണ് ടേസ്റ്റ്. പക്ഷേ പശുക്കളൊക്കെ കൊത്തിയിട്ട് കഴിച്ചാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതുകൊണ്ട് നമ്മളത് വീട്ടിൽ പറിച്ചെടുത്തിട്ട് അങ്ങനെ പഴുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഇതും ജ്യൂസ് അടിക്കാം, അല്ലാതെയും കഴിക്കാം കേട്ടോ. ആത്തച്ചക്കേൻ്റെ ഒക്കെ ആ ഒരു ഉൾഭാഗം അതുപോലെ ഉണ്ടാവും. അപ്പോൾ നല്ല അടിപൊളി ഫ്രൂട്ടാണ് ഇതും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ എൻ്റെ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.